എടാ നീ ഇങ്ങനെ മടിയും പിടിച്ചിരിക്കാണ്ട് അമ്മയെ വിളിക്കുക, കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കുക. അത് വേണോ? ഇല്ലെങ്കിൽ അവളെ വേറെ ആമ്പിളാരും കൊണ്ടുപോകും. നീ ഇവിടെ കുന്തവും വിഴുങ്ങിയിരിക്കും. ഹലോ ഹലോ അമ്മേ. എന്താടാ? അല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ ഒന്നുമില്ല. അത് പിന്നെ മറ്റവളെ അവൾക്ക് ഹോസ്റ്റലൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. ആർക്ക്? മറ്റവളില്ലേ, ദിവ്യയുടെ കൂട്ടുകാരി. ഓ അറിഞ്ഞായിരുന്നു. അവളൊരു വാക്ക് വിളിച്ച് ദിവ്യയോട് പറഞ്ഞില്ല. ഇവളിവിടുന്ന് അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. ഒരു വാക്ക് വിളിച്ചു പറയണം, അതല്ലേ അതിന്റെ മര്യാദ. അതെ അല്ലേ? ഹലോ ഹലോ. എന്താ അവർക്കൊന്ന് വിളിച്ചാല് അതൊരു മര്യാദയല്ലേ? എല്ലാത്തിനും ഞാൻ മര്യാദ. ആദ്യം നീ മര്യാദ പഠിക്കും, എന്നിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കും. ഇഡിയോട്ടിക് ഫെലോ. താനും തൊടെ ഇരിക്കുന്നത്. അയ്യോ കസ്റ്റമർ ആയിരുന്നു. എല്ലാ ഇഡിയറ്റ്സാണ്. എടാ നിനക്ക് അവളോട് നേരിട്ട് വിളിച്ചെങ്കിൽ ചോദിച്ചാലെന്താ? അത് ഓ ഇനി ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാല് നിന്റെ ജാതകം പ്രശ്നമല്ലേ? അത് ശരിയാണ്. ആ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു കാരണമല്ലാതെ പ്ലൂട്ടോയെ പുറത്താക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് ചൊവ്വ എങ്ങാനും പുറത്താക്കിയിരുന്ന എത്ര കല്യാണം നടന്നേനെ. കഷ്ടം. എടാ അതവിടെ നിൽക്കട്ടെ, ഒരു ഐഡിയ ഉണ്ട്. നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് മൂന്നാമതൊരാൾ അവളെ കെട്ടരുത്. പിന്നെ അവളുടെ വീട്ടിലോട്ട് ഇവൻ പോകാൻ പോലെ നടന്ന തന്നെ. അത് ശരിയാ, ചെക്കൻ ഭയങ്കര അഭിമാനിയാണല്ലോ. ഡാടാ ഇനിയൊന്നും നോക്കാനില്ല, നീ നേരിട്ട് അവളെ വിളിക്കും. നമ്മുടെ മറ്റേ ബോസ് പറഞ്ഞില്ലേ, ആഴിയിലേക്ക് ആടിയാല് മറ്റേ എന്തൊന്ന് സ്രാവിനെ കിട്ടുള്ളൂ. അയാൾക്ക് എന്തും പറയാം. ഇപ്പൊ കിട്ടും. ഇവൻ ചാടിയാൻ മിനിമം 4 കിട്ടും. എന്ത് എന്തേ? എടാ നീ വിളിക്കടാ. ഇപ്പൊ കിട്ടും. നീ ഇവനോട് മിണ്ടാതിരിക്കാൻ പറ. നീ മിണ്ടാണ്ടിരിക്കുക കേട്ടോ. റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്യട്ടെ. ഹലോ ഹലോ എന്ന് പറഞ്ഞു. ഓ ഫോൺ വിളിച്ച പിന്നെ ഹലോ എന്നല്ല വന്ദേ മാതരം എന്ന് പറയൂ. നീ ഫോൺ വിളിക്കേ. വിറയ്ക്കുന്നു. ഹലോ ഹലോ. അരുൺ ചേട്ടാ, സ്വാതിയുടെ ഐഫോൺ ആണല്ലേ? ആപ്പിൾ. സാംസങ് ആണ് പൊട്ടിത്തെറിച്ചേനെ. അല്ല എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. കാര്യമല്ലേ? എനിക്ക് ഇപ്പോ പ്രായമായി വരികയാണല്ലോ. മുടിയൊക്കെ നരച്ചു തുടങ്ങി. കുറച്ച് ഈ സൈഡിൽ. കുറച്ച്. എനിക്ക് കുട്ടിയെ പറഞ്ഞോ. എനിക്ക് കുട്ടീനെ എന്നെ കുട്ടി. നിങ്ങൾ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കടക്കല് കോടാലി വീണുകൊണ്ടിരിക്കണ ഒച്ചയാണ്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ തലയും പൊക്കി പിടിച്ച് നിന്നാലേ കഥ മുന്നോട്ട് പോകില്ലല്ലോ. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കണം. അയ്യോ അത് വേണ്ട. കുട്ടിക്കൊക്കെ ആണോ? അച്ഛനും അമ്മയും പറഞ്ഞ എനിക്ക് സമ്മതം. അതെല്ലേ? ജാതകപ്പുറത്ത് നോക്കാൻ ജനനസമയം തരുമോ? ജനനസമയമൊക്കെ പക്ഷെ അമ്മയോട് ചോദിക്കണം. എന്നാ ജനതീയതി നക്ഷത്രം കുറിച്ച് തന്നാലും മതി. ഞാനിങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ശരിക്കും ശരിക്കും. അങ്ങ് ബാംഗ്ലൂരിലെ ഏതോ ചായക്കടയിലിരുന്ന്
അവര് പ്രണയത്തിൽ വീണപ്പോ ഇങ്ങ് കേരളത്തില് ഞാൻ ഈ മണ്ണിൽ തലയും കുത്തി വീണു. എന്താ അല്ലേ? അവൻ വീണ് കേട്ടോ. വീണതല്ല പറന്ന് പോയി പീസാക്കടോ. ഡാടാ അത്ര ആശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനമ്മമാര് പറഞ്ഞ കേരളത്തിലെ എല്ലാ പെൺകുച്ചുങ്ങളും കേൾക്കും ആണേ. പിന്നെ പേരിനൊരു ഇച്ചിരി ജാതക പൊരുത്തുള്ളതുകൊണ്ട് ചെറിയൊരു പിടിവള്ളി മാത്രം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 10-ൽ 5.5 പൊരുത്തേ ഉള്ളൂ. പിന്നെ 10 പൊരുത്തുണ്ടെങ്കിൽ പ്രോഫിറ്റ് അമൗണ്ടല്ലേ? അത്രയൊക്കെ പൊരുത്തം മതി. അതുകളാ ഇതിലും പൊരുത്തുള്ള ചെറുപ്പക്കാരെ അവർക്ക് വേറെ കിട്ടും. എവിടുന്ന്? നിനക്ക് കാണണോ? അത് ശരിയാ, വേറെ യോഗ്യന്മാരെ ചെറുപ്പക്കാരെ നമുക്ക് കണക്കുപ്പെടുത്തിയില്ല അല്ലടായിരുന്നേ. എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താനാണ് നിങ്ങൾക്ക് കള്ളു മേടിച്ചെന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? എന്റെ പ്രോബ്ലം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഡാടാ നീയോ കൂടി വെറുതെ അവനെ നിന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ. ഹലോ നമസ്കാരം. ആ എന്താണ് മിസ്റ്റർ ബ്രോക്കർ കുഞ്ഞിക്കാദർ? വാവായി. ഏതാ ചുരിദാറ്? ഇത് നമ്മുടെ ഷെട്ടി സാറിന്റെ ആളാ. ഷഡ്ഡി സാറോ? ഷെട്ടിയാ? മൂപ്പർക്ക് സ്ഥലം താല്പര്യമുണ്ട്, നല്ല വില തരും. ഷെട്ടി സാബ് അച്ഛാ പൈസ ദേഗാ. പച്ച സാറ് നല്ല പൈസ തന്നെ എടുത്തോളൂ. കുറച്ച് സമയം തന്നാൽ ഞങ്ങളിത് കുടിച്ചിട്ടെങ്കിൽ മാറിയേക്കാം. പിന്നെ ഈ സ്ഥലം നിങ്ങൾ തോളത്തെടുത്തോണ്ട് പോയിക്കോ. കുഞ്ഞിക്കാതര ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കണില്ല, വിട്ടോ. ആ ദേക്കോ വീട് കുഞ്ഞിക്കാതറേ. കണ്ടോളാം. ചലോ പോയി. ആ ശരി, ദൂരെ നിന്ന് കണ്ടോട്ടാ. ഷെട്ടി സാർക്ക് സ്ഥലം മേടിക്കാൻ വന്നേക്കണം രാത്രി. വന്നൊരു സ്ഥലം പോലും മേടിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഡാ സുനെ, നിന്നോട് അന്ന് ഞാൻ ഈ സ്ഥലം മേടിക്കാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ആ കാശ് കൊണ്ട് നിനക്ക് മലേഷ്യയിൽ പോയി മറ്റേ തിരുമണം, മറ്റേ സിംഗപ്പൂര് പോയി ഒലത്തണം. ഇപ്പൊ എന്താ ഇപ്പൊ വരിവരിയായിട്ട് ആൾക്കാർ മേടിക്കാൻ വരുന്നുണ്ടല്ലേ? നമ്മൾ എന്തായാലും കൊടുക്കുന്നില്ല. നമ്മൾ കാത്തിരിക്കും. കാത്തിരുന്ന് പൊന്നും വില കിട്ടുമ്പോ വിൽക്കും. വിറ്റിട്ട് നമ്മൾ ഒരു ബിൽഡിങ്ങില് 2 ഫ്ലാറ്റ് താഴെ 2 മേളില് നമ്മൾ സൂയിച്ചങ്ങ് ജീവിക്കും. അത് മാത്രമല്ല, നമ്മുടെ പൊക്കം കുറഞ്ഞ സൂന് അതിനും പൊക്കം കുറഞ്ഞൊരു സുന്ദരിക്കുട്ടിയെ കണ്ടുപിടിക്കും. സുവിന്റെ പൊക്കക്കുറവും സുവിന്റെ സുന്ദരിയും സുവിൻ കണ്ടുപിടിച്ചോളാം. കേട്ടല്ലോ? അതെന്താടാ? എന്നെ ഇങ്ങനെ കളിയാക്കാണെങ്കിൽ ഞാൻ എന്റെ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത് എവിടെയെങ്കിലും പോകും. പറഞ്ഞില്ല അത് വേണ്ട. എടാ അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. സ്വാതിയുടെ ഇവന്റെ കല്യാണമല്ല ഇപ്പോഴത്തെ വിഷയം. ഇവന്റെ കല്യാണം എന്ന് പറ. ഈ സ്വാതി എന്റെ ഇടയ്ക്ക് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? പെൺകുട്ടിക്ക് വിരോധമില്ലാത്ത സ്ഥിതിക്കും ചെറിയ പൊരുത്തമുള്ള സ്ഥിതിക്കും ഞങ്ങൾക്കിത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. അല്ലടാ സുവിനെ? കോടാലി കഴിഞ്ഞ് ഇപ്പൊ വാള് കയറാൻ തുടങ്ങി. ഇനി പുറകെ എന്തൊക്കെ കയറുവോ ആവോ. നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്താ? ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ 2-3 പെങ്കൊച്ചുങ്ങളെ പോയി കാണാറുന്നില്ലേ?